DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിലെ സംഘർഷവും അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന ആഘാതവും മുൻനിർത്തി കേന്ദ്ര സർക്കാർ പുതിയ നടപടികളും നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ പുകയുന്ന സംഘർഷം വെറുമൊരു യുദ്ധം മാത്രമല്ല, അത് നമ്മുടെ പോക്കറ്റിനെയും നേരിട്ട് ബാധിക്കാൻ പോവുകയാണ്. ക്രൂഡ് ഓയിൽ വിലക്കയറ്റവും ആഗോള വിപണിയിലെ അസ്ഥിരതയും മറികടക്കാൻ കേന്ദ്ര സർക്കാർ നിർണായകമായ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുകയാണ്. സ്വർണത്തിന്റെ ഇറക്കുമതി നികുതി വർദ്ധിപ്പിച്ചത് മുതൽ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്താനുള്ള നിർദ്ദേശങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു. എന്തൊക്കെയാണ് സർക്കാർ നടപടികൾ എന്ന് പരിശോധിക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ പ്രധാന തീരുമാനം സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതാണ്. സ്വർണം, വെള്ളി എന്നിവയുടെ ഇറക്കുമതി തീരുവ സർക്കാർ 10% ഉയർത്തിയത്. ഇതിനു പുറമെ 5% അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സെസ് കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ആകെ 15% വർധനവാണിപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഇതേ തുടർന്ന് ഇന്ന് സ്വർണ്ണവിലയിൽ ഒരു പവന് 10,200 രൂപയിലധികം വില കൂടി. പശ്ചിമേഷ്യൻ യുദ്ധം കാരണം രൂപയുടെ മൂല്യം ഇടിയാതിരിക്കാനും വിദേശ നാണയ ശേഖരം സുരക്ഷിതമാക്കാനുമാണ് ഈ നീക്കം. സ്വർണം അമിതമായി ഇറക്കുമതി ചെയ്യുന്നത് രാജ്യത്തിന്റെ കറണ്ട് അക്കൗണ്ട് കമ്മി വർദ്ധിപ്പിക്കും. അതിനാൽ അനാവശ്യമായ സ്വർണ്ണ ഇറക്കുമതി കുറച്ച് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. വിദേശ നാണ്യ ശേഖരത്തിലെ കുറവ് പരിഹരിക്കാൻ 1 വർഷത്തേക്കെങ്കിലും സ്വർണ്ണ ഉപഭോഗം കുറയ്ക്കാനായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പൗരന്മാരോട് അഭ്യർത്ഥിച്ചത്. യുദ്ധം തുടർന്നാൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി തടസ്സപ്പെടുകയും പെട്രോൾ ഡീസൽ വില കുത്തനെ ഉയരുകയും ചെയ്യും. ഇത് കണക്കിലെടുത്ത് വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്നാണ് പ്രധാനമന്ത്രി രാജ്യത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വകാര്യ വാഹനങ്ങൾക്ക് പകരം പൊതുഗതാഗതം ഉപയോഗിക്കുക, ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് വേഗത്തിൽ മാറാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, പരിസ്ഥിതി സൗഹൃദമായൊരു മാറ്റം എന്നതിലുപരി വിദേശ രാജ്യങ്ങളെ ഇന്ധനത്തിനായി ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന വലിയൊരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തങ്ങളുടെ ഔദ്യോഗിക വാഹനയുഗത്തിന്റെ എണ്ണം കുറവ് വരുത്തി കഴിഞ്ഞു. യാത്രക്കാർ വാഹനം പങ്കിടുന്ന കാർപൂളിംഗ്, മെട്രോ റെയിൽ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുക, ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി നേരത്തെ മുന്നോട്ട് വെച്ചത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ പെട്രോൾ ഡീസൽ വിലയിൽ ഒരു വർധന വരുമെന്നുള്ള റിപ്പോർട്ടുകളും മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. മറ്റൊരു ശ്രദ്ധേയമായ നിർദ്ദേശം വർക്ക് ഫ്രം ഹോം സംവിധാനം വീണ്ടും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. സർക്കാർ, സ്വകാര്യ, IT മേഖലയിലുൾപ്പെടെ സാധ്യമായ എല്ലാ മേഖലകളിലും ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അവസരം നൽകണം. ഇതുവഴി റോഡിലെ തിരക്ക് കുറയ്ക്കാനും കോടിക്കണക്കിന് ലിറ്റർ ഇന്ധനം ലാഭിക്കാനും സാധിക്കുമെന്ന് സർക്കാർ വിലയിരുത്തുന്നുണ്ട്. UP-യിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോമിന് ഉത്തരവിറങ്ങിയേക്കുമെന്നാണ് വിവരം. കോവിഡ് കാലത്ത് നമ്മൾ കണ്ട ഈ മാതൃക ഇപ്പോൾ സാമ്പത്തിക യുദ്ധത്തെ പ്രതിരോധിക്കാനുള്ള ഒരു ആയുധമായി മാറുകയാണ്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ സംഘർഷം ഒരു ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കാതിരിക്കാനുള്ള മുൻകരുതലിലാണ് ഇന്ത്യ. സ്വർണ്ണ നികുതി കൂട്ടിയും ഇന്ധന ഉപയോഗം നിയന്ത്രിച്ചും ഡിജിറ്റൽ തൊഴിൽ രീതികൾ അവലംബിച്ചും ഈ പ്രതിസന്ധിയെ മറികടക്കാൻ നമുക്ക് സാധിക്കും. സർക്കാരിന്റെ ഈ നിർദ്ദേശങ്ങളോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? സ്വർണ്ണവില ഉയരുന്നത് സാധാരണക്കാരെ എങ്ങനെ ബാധിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങളുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.